ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് കോഴികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ കോഴികളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഇപ്പം ഇനി കോഴിക്ക് നമ്മളൊരു 4 നേരമൊക്കെയാണ് തീറ്റ കൊടുക്കുന്നത്. പിന്നെ അപ്പോൾ രാവിലെ ഗോതമ്പ് വെള്ളത്തിയിട്ട് കുതിർത്തതാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു 10-11 ഒക്കെ ആകുന്ന സമയത്ത് ഇല വർഗ്ഗങ്ങളൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കും. ഇല എന്ന് പറയുമ്പം അതിൽ പാലക്ക് ചീര ഐറ്റംസ്, മല്ലിയില, പുതിന ഇല, അങ്ങനെ ഉള്ള ഇല വർഗ്ഗങ്ങളും പോസിൻ്റെ മേളിലുള്ള ഇളക്കി കളയുന്ന ഭാഗങ്ങളൊക്കെ നമ്മുടെ പച്ചക്കറി കൊടുക്കുന്നിടത്ത് വേസ്റ്റ് കുറേ കളയുന്ന ഐറ്റംസ് ഉണ്ട്. അപ്പോൾ കുറേ ആളുകൾ ഇതുപോലെ പോത്തിന് കൊടുക്കാനും അതുപോലെ കോഴിക്ക് കൊടുക്കാനൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മളും എടുത്തുകൊണ്ട് വന്ന് അത് അരിഞ്ഞിട്ടിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പം 11:30 ആകുമ്പോൾ ആ കോഴിക്ക് അത് ഇട്ട് കൊടുക്കും. പിന്നെ ഉച്ചയാകുമ്പം വീണ്ടും ഒരു തീറ്റയുണ്ട്. നമ്മൾ പഴയ അരി മേലാമ്പുറിയിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് 1 കിലോ 10 രൂപയ്ക്കാണ് കിട്ടുക. അപ്പോൾ നമ്മളൊരു 20 കിലോ 30 കിലോ അവിടെ ഉള്ളതിനനുസരിച്ച് എടുത്തുകൊണ്ട് വന്ന് അത് ചെറുതായിട്ടൊന്ന് വേവിച്ച ശേഷം അതിനകത്ത് തവിടും ലെയർ മാഷും അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തീറ്റ ഉച്ചയ്ക്ക് കൊടുക്കും. പിന്നെ വൈകിട്ട് ഒരു 5 മണിയാകുമ്പം, ഒരു 2 മണിയാകുമ്പോഴാണ് ആ തീറ്റ കൊടുക്കുന്നത്, 1:30-2 മണിയാകുമ്പോൾ. പിന്നെ വൈകിട്ട് ഒരു 5 മണിയാകുമ്പം വീണ്ടും നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു തീറ്റ കൊടുക്കും. നമ്മുടെ കോഴികളൊക്കെ നല്ല വെയിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ തീറ്റ കൊടുക്കുന്നത്. പിന്നെ വേസ്റ്റ്, തണ്ണിമത്തങ്ങ, കുമ്പളങ്ങ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോഴും അതുപോലെ ഈ പച്ചക്കറി കടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് അരിഞ്ഞ് വേസ്റ്റ് കിട്ടുന്നൊന്നും നമ്മൾ കളയാറില്ല. പിന്നെ നമ്മുടെ ഇവിടെ വീട്ടിലും കുറേ വേസ്റ്റുകളൊക്കെ വരും. ഫുഡ് വയ്ക്കുന്ന എന്തെങ്കിലുമൊക്കെ ബാലൻസ് വരുന്നതൊക്കെ നമ്മൾ കോഴിക്ക് കൊടുക്കും. അപ്പോൾ ഇപ്പം ഞാൻ കുറേ ഇലകളാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ചീര കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ കോഴികൾക്ക് തീറ്റ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലാഭകരമായിട്ട് കോഴിനെ വളർത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഒരുപാട് തീറ്റ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടമായിരിക്കും കോഴിയെ വളർത്തുന്നത്. പിന്നെ താണ്ട ഇത് ഗോതമ്പ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് കുതിർത്തിട്ടുള്ള ഗോതമ്പാണ്. താണ്ട ഇങ്ങനെ കുതിർത്ത് അതും ആയിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ 2-3-4 നേരം നമ്മൾ തീറ്റ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം കോഴികൾ 5 മാസം ആവുന്നു. നമുക്കിവിടെ ഇൻക്യുബേറ്ററൊക്കെ ഉണ്ട് വിരിയിക്കാനായിട്ട്. അപ്പോൾ അതിൽ മുട്ടകളൊക്കെ വെച്ച് വിരിയിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുത്ത് നമ്മൾ ഇതുപോലെ വളർത്തിയെടുക്കുന്നത്. ആദ്യം സ്റ്റാർട്ടറും ഇതൊക്കെയാണ് കൊടുക്കുന്ന തീറ്റ. അപ്പോൾ വിരിയിച്ചെടുത്ത് നമ്മളിവിടെ തന്നെ വളർത്തിയിട്ട് കോഴിക്കടകളിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുക്ക ഡയറക്റ്റ് ഇവിടെ വീടുകളിൽ നിന്നും പിന്നെ അല്ലാതെ വളർത്താനൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ മുട്ടയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. നമ്മളൊരു മുട്ട 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ 20-30 മുട്ടയൊക്കെ നമ്മൾ മേടിക്കും. ഒരു പിന്നെ നാടൻ മുട്ടയായതുകൊണ്ട് തന്നെ എല്ലാവർക്കും മുട്ടയ്ക്ക് ആവശ്യക്കാർ കൂടുതലാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഉള്ളതിനകത്ത് കുറേയൊക്കെ പൂവന്മാരും ഉണ്ട്, കുറച്ച് പെടകളും ഉണ്ട്. നമ്മളപ്പോൾ കുറേ പൂവന്മാരെയാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ അടുപ്പിച്ച് കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ചീര കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് പാലക്ക് ചീരയാണ്. പിന്നെ മറ്റേ ചീരയും കിട്ടും. അതുപോലെ മല്ലിയില, പുതിന ഇല, എല്ലാ ഐറ്റംസും നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ കിട്ടും. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് വേസ്റ്റുകളൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ എടുത്തുകൊണ്ട് വരും. ഇതിനൊന്നും നമുക്ക് ചിലവില്ല. അപ്പോൾ അതാണ്ടിലെ മുട്ടക്കോസിൻ്റെ ഇതൊക്കെ ഇങ്ങനെ വരും. ഇത് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ നമ്മളെടുക്ക അവിടെ പോകുമ്പം ഇതുപോലെ ചാക്ക് കണക്കിനാണ് മുട്ടക്കോസിൻ്റെ ഇലയൊക്കെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പോത്തിനെ എങ്ങാനും വളർത്തിക്കൂടെ എന്നൊക്കെ അവർ ചോദിക്കും. പക്ഷേ പോത്തിനെ വളർത്തലൊന്നും നമ്മളൊക്കെ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഈ കോഴിയിലും ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുന്നു. പിന്നെ പോത്തിനെയൊക്കെ വളർത്തുന്നവർക്കാണെങ്കിൽ ഇഷ്ടം പോലെ അങ്ങാടിക്കകത്താണെങ്കിലും ഇവിടെ നമ്മുടെ അടുത്തൊക്കെ പച്ചക്കറി കടയിലൊക്കെ ഈ മുട്ടക്കോസിൻ്റെയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ആ ചാക്ക് കണക്കാണ്. ഒരു ചാക്കും 2 ചാക്കൊക്കെ വേണമെങ്കിൽ നമുക്കവർ തരും. നമ്മൾ കുറച്ച് മെനക്കെടുന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങനെയാണ് നമുക്ക് ലാഭകരമായിട്ട് തീറ്റ കൊടുക്കാൻ പറ്റുന്നത്. എൻ്റെ കോഴികളൊക്കെ ഞാൻ കാണിച്ചു. ഇപ്പോൾ കുറേ നാളായിട്ട് കോഴികളുടെ വീഡിയോ ഒന്നും ഇടാറില്ല. പിന്നെ
ഫ്രൂട്ട്സ് കടയിൽ നിന്ന് വേസ്റ്റ് ഫ്രൂട്ട്സുകളൊക്കെ കിട്ടും. പിന്നെ എന്താ ഷമാമും തണ്ണിമത്തങ്ങയും അതുപോലെ മുന്തിരി, ആപ്പിള്, പേരയ്ക്ക, അങ്ങനെ എല്ലാ ഫ്രൂട്ട്സ് ഐറ്റംസും അവർ അഴുകി കഴിഞ്ഞാൽ അത് കളയലാണ് പതിവ്. അപ്പോൾ ഞങ്ങളത് എടുത്തുകൊണ്ട് വന്നിട്ട് കോഴികൾക്ക് കൊടുക്കും. അപ്പം ഇങ്ങനെയൊക്കെയാണ് തീറ്റ ചിലവ് കുറയ്ക്കാൻ പറ്റുന്നത്. എൻ്റെ കോഴികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ തള്ളക്കോഴി അടിയിരുന്ന് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ്. പിന്നെ വേറെയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് കൊടുത്തു. ഈ കാണുന്ന ഇതെല്ലാം ഗ്രാമശ്രീയിൽ പെടുന്ന കോഴികളാണ് കേട്ടോ. ഇത് ഞങ്ങൾ മുട്ടയ്ക്ക് വേണ്ടി ആക്കിയെടുത്തതല്ല, ഇത് വിരിയിച്ചിട്ട് നമുക്ക് വിൽക്കാനായിട്ട് വളർത്തിയെടുത്ത കോഴികളാണ് കേട്ടോ. ഏകദേശമൊക്കെ എല്ലാം വളർന്ന് നമ്മൾ ഇടയ്ക്ക് വെയിറ്റൊക്കെ നോക്കാറുണ്ട്. വെയിറ്റ് 2 കിലോ അടുപ്പിച്ചായിട്ടുണ്ട്. നമുക്കൊരു കിലോ കോഴിക്കടയിൽ കൊടുക്കുകയാണെങ്കിൽ 1 കിലോ 250 രൂപ വെച്ച് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ നാടൻ കോഴികളാണ് കേട്ടോ. ഇത് തൊപ്പിക്കോഴി, അതുകൊണ്ട് ഒരു ഗിനിക്കോഴി ഉണ്ട്. പിന്നെ നാടൻ കോഴികളാണ്. ഇതൊക്കെ മുട്ടയിടുന്ന കോഴികളാണ്. ഇതും അതേപോലെ ആ ഗ്രാമശ്രീ കോഴിയിൽ കാണുന്ന കോഴികൾ തന്നെയാണ്. ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ച് നിർത്തണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ വേറെ ആക്കി ഇട്ടിരിക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കുറയ്ക്കാനായിട്ട് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് വേറെ വേറെ ഭാഗങ്ങളിലായിട്ട് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം ഇൻഷാ അല്ലാഹ് പെരുന്നാളാകുമ്പം കൊടുക്കാനായിട്ട് നിർത്തിയിരിക്കുന്ന കോഴികളാണ്. നമ്മൾ കോഴിക്കടയിലും കൊടുക്കും, അത്യാവശ്യം വീടുകളിൽ ഇവിടെ ഇങ്ങനെ ചോദിച്ചു വരും, അവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കൂട് ക്ലീൻ ചെയ്യലൊക്കെ നമ്മൾ ഈ കോഴികളെയൊക്കെ ഇറക്കിയ ശേഷം മാത്രം ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. കോഴികൾ നിൽക്കുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യൽ നടക്കില്ല. പിന്നെ ഇനി ഇതൊക്കെ കൊടുത്ത് ഒഴിവാക്കിയ ശേഷം അടുത്ത ബാച്ച് ഇടും. അപ്പോഴത്തേനും ഇത് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യും കോഴികളെയൊക്കെ, ഈ കോഴിക്കൂട് ഷെഡൊക്കെ. അപ്പോൾ കുറേ പൂവനാണുള്ളത്. പൂവനെയൊക്കെ നമ്മൾ കൊടുക്കും. മുട്ടയിടുന്ന പെടകളെയൊക്കെ ഇവിടെ നിർത്തും. മുട്ടയിടാറായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ടുകൊടുത്ത ഇലകളൊക്കെ കൊത്തി തിന്ന് കണ്ടോ അവന്മാരൊക്കെ. അപ്പോൾ എന്ത് സ്പീഡോടുകൂടെയാണ് അവർ കഴിക്കുന്നുണ്ടോ, ഇലകൾ കഴിക്കുക ഉണ്ടോ, ആർത്തിയോടുകൂടെ ഇല കഴിക്കുകയാണ്. അപ്പോൾ ചില കോഴികളൊക്കെ നല്ലപോലെ തീറ്റ എടുക്കും കേട്ടോ. തീറ്റ എടുത്ത കോഴികളൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. കോഴികൾ ഇട്ടിരിക്കുന്ന മുട്ടയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലാണ് വയ്ക്കുന്ന മുട്ട, പുറത്ത് വയ്ക്കില്ല. ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട്. പുറത്ത് വയ്ക്കില്ല. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടായതുകൊണ്ട് കലങ്ങിപ്പോകും. നമ്മളുടെ അടുത്ത് നിന്ന് ഈ നാടൻ മുട്ട മേടിക്കാനായിട്ട് ആവശ്യക്കാർ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കോഴികളെ വളർത്തുന്നതും കോഴിക്ക് തീറ്റകൾ കൊടുക്കുന്നതും. അപ്പോൾ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ മെസ്സേജ് ചെയ്യുക. കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. സന്തോഷമുണ്ട്. ഒരുപാട് പേര് ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടും നമ്മളെ വിളിക്കലും മെസ്സേജ് അയക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. അതുപോലെ എൻ്റെ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു കമൻറ്റ് താഴെ ഇടണം. എനിക്കത് കാണുമ്പോൾ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.